ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു കഥ കേൾക്കാം. നമ്മുടെ ആൻ്റപ്പൻ്റെ കഥയാണെന്ന് കേട്ടോ. ഒരിടത്ത് ഒരു കാട്ടിൽ ആൻ്റപ്പൻ എന്ന് പറയുന്ന ഒരു ഉറുമ്പുണ്ടായിരുന്നു. മിടുമിടുക്കനായിരുന്നു ആൻ്റപ്പൻ. ഒരു ദിവസം അവൻ പതിവ് പോലെ തീറ്റ തേടി ഇറങ്ങി. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കി നടന്ന് ആൻ്റപ്പൻ ഒരു പഞ്ചസാരത്തരി കണ്ടു. ഹായ്, നല്ല മധുരമുള്ള പഞ്ചസാരത്തരി. അവന് അത് വളരെ ഇഷ്ടമായി. ആ പഞ്ചസാരത്തരിയും കൊണ്ട് അവൻ വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ പോകുന്ന വഴി അവൻ ഒരു ഗോതമ്പ് മണി കണ്ടു. ആ ഗോതമ്പ് മണികൾ കണ്ടപ്പോൾ അവന് തോന്നി, ഈ പഞ്ചസാരത്തരിയേക്കാളും എന്തുകൊണ്ട് നല്ലത് ഗോതമ്പ് മണിയാണ്. അവൻ പഞ്ചസാരത്തരി ദൂരെ എറിഞ്ഞിട്ട് ആ ഗോതമ്പ് കതിരെടുത്ത് അതുമായി വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. സന്തോഷത്തോടെ ഗോതമ്പുമായി നടന്നു പോകുന്ന നമ്മുടെ ആൻ്റപ്പൻ അപ്പോഴാണ് ഒരു ഗ്രീൻ പീസ് മണികൾ കിടക്കുന്നത് കണ്ടത്. അവൻ വിചാരിച്ചു, ഈ ഗ്രീൻ പീസ് എന്തുകൊണ്ടും ഗോതമ്പ് കതിരിനേക്കാളും നല്ലതാണ്, അതുകൊണ്ട് ഞാൻ അതുമായി പോകാം. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് തൻ്റെ കൈക്കിലിരുന്ന ഗോതമ്പ് കതിർ ദൂരെ വലിച്ചെറിഞ്ഞ് ഗ്രീൻ പീസുമായി നമ്മുടെ ആൻ്റപ്പൻ സന്തോഷത്തോടെ യാത്രയായി. അപ്പോഴാണ് വലിയൊരു നിലക്കടല വഴിയിൽ കിടക്കുന്നത് കണ്ടത്. ഇത്രയും വലിയൊരു നിലക്കടല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗ്രീൻ പീസിനേക്കാളും രുചിയേറിയതാണ് നിലക്കടല. അങ്ങനെ വിചാരിച്ച് അവൻ ഗ്രീൻ പീസ് വലിച്ചെറിഞ്ഞിട്ട് ആ നിലക്കടല എടുത്ത് നടക്കാൻ തുടങ്ങി. എന്നാൽ അത് അവനേക്കാൾ വളരെ വലുതായിരുന്നു. ആ നിലക്കടലയുടെ ഭാരം താങ്ങാനാകാതെ അവനത് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അവനാകെ ക്ഷീണിതനുമായി. അവൻ്റെ ദേഹം മൊത്തം വിയർക്കുകയും ചെയ്തു. തൻ്റെ അബദ്ധം മനസ്സിലാക്കി വിഷമത്തോടെ ആൻ്റപ്പൻ വരുമ്പോഴാണ് ദൂരെ നിന്ന് അവൻ്റെ കൂട്ടുകാരി ബബ്ലി എന്ന ആനക്കുട്ടിയെ കണ്ടത്. ബബ്ലി അവനോട് ചോദിച്ചു, എന്ത് പറ്റിയ ആൻ്റപ്പ, നീ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ആൻ്റപ്പൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ, അബദ്ധം പറ്റിപ്പോയി. ഇന്ന് ഞാൻ രാവിലെ തീറ്റ തേടി ഇറങ്ങിയതായിരുന്നു. ആദ്യം എനിക്കൊരു പഞ്ചാരത്തരി കിട്ടി, അത് കഴിഞ്ഞ് എനിക്കൊരു ഗോതമ്പ് മണി കിട്ടി, പിന്നൊരു ഗ്രീൻ പീസ് കിട്ടി, അവസാനം വലിയൊരു നിലക്കടല കിട്ടി. പക്ഷേ എൻ്റെ അത്യാഗ്രഹം കാരണം എനിക്കൊന്നും സ്വന്തമാക്കാനായില്ല. എല്ലാം എൻ്റെ കയ്യിൽ നിന്നും നഷ്ടമായി. അവൻ വിഷമത്തോടെ എല്ലാം പറഞ്ഞു. അത് കേട്ടതും ബബ്ലി ചിരിക്കാൻ തുടങ്ങി. എന്നെ കളിയാക്കി ചിരിക്കുകയാണോ? എനിക്ക് വിശക്കാൻ തുടങ്ങി. ബബ്ലി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, ഈ പഞ്ചാരത്തരി കഴിച്ച് വിശപ്പ് മാറ്റിക്കോളൂ. പഞ്ചാരത്തരി കിട്ടിയതും ആൻ്റപ്പൻ്റെ വിഷമമെല്ലാം മാറി. അവൻ സന്തോഷത്തോടെ ചിരിച്ചു. ഇന്നു മുതൽ അവൻ കിട്ടിയതിൽ സന്തോഷിക്കാനും ആഗ്രഹം ഉപേക്ഷിക്കുവാനും പഠിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ആൻ്റപ്പൻ്റെ കഥ ഇഷ്ടമാണെങ്കിൽ ട്വൻറ്റേൽസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.